പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയാണ് നടനെ സ്വാഗതം ചെയ്തത്. വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ വിജയ് നേരിടേണ്ടത് കടുത്ത വെല്ലുവിളികളാണ്. കമൽഹാസൻ, വിജയകാന്ത് തുടങ്ങിയവർ പരീക്ഷിച്ച് പരാജയപ്പെട്ട സ്ഥലത്തേക്കാണ് വിജയ് ചുവടുകൾ വെച്ചത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് 2 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയാകുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക ഒട്ടും എളുപ്പമാകില്ല. ഉചിതമായ സമയത്തിനായുള്ള കാത്തിരിപ്പ് വിജയ് അവസാനിപ്പിക്കുമ്പോൾ തലമുറ മാറ്റത്തിൻ്റെ പടിവാതിലാണ് തമിഴക രാഷ്ട്രീയം. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പുത്തൻ തലമുറയിൽ ആരാകും വാഴുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. യുവ വോട്ടർമാരിലാണ് വിജയുടെ കണ്ണും. മുഖ്യമന്ത്രിയാകാൻ ആവശ്യമായ 40% വോട്ടുകൾ കണ്ടെത്തുക എന്നത് ആന കേറാമല പോലെയാണോ വിജയ്ക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ആരാധക പിന്തുണ വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് വിജയ് ലക്ഷ്യമിടുന്നത്. നടൻ വിജയകാന്ത് സ്ഥാപിച്ച DMDK ആദ്യ തിരഞ്ഞെടുപ്പിൽ 234 മണ്ഡലത്തിലും മത്സരിച്ചപ്പോൾ നേടിയത് 8.38% വോട്ടുകളാണ്. മക്കൾ നീതിമയ്യത്തിലൂടെ തമിഴ് രാഷ്ട്രീയത്തിൽ ചലച്ചിത്ര നടൻ കമൽഹാസൻ അരങ്ങേറിയപ്പോൾ പാർട്ടിക്ക് കിട്ടിയത് 2.62% വോട്ടും. വിജയകാന്തിന് വിരുദാചലത്ത് വിജയിക്കാനായി. കോയമ്പത്തൂർ കടമ്പയിൽ കമൽഹാസൻ വീണു. 12% മുതൽ 15% വരെ വോട്ടുകൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയുടെ പാർട്ടിക്ക് പരമാവധി നേടിയെടുക്കാനാകുമെന്നാണ് റിപ്പോർട്ട്. കന്നി അംഗമായതുകൊണ്ട് തന്നെ DMK, AIADMK, BJP തുടങ്ങിയ കക്ഷികളുമായി കൈകോർക്കാൻ വിജയ് ഉണ്ടാകില്ല എന്നും ഉറപ്പിക്കാം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെൻ്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലിയോ സിനിമയുടെ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. ആ വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ല എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് അന്ന് നൽകിയിരുന്നു.